എവ്രിവാൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു വിസ്മയകരനായ സാന്നിധ്യം പ്രത്യക്ഷപ്പെട്ടു. അവനെ ആരും അറിയില്ലായിരുന്നു. പേരുമില്ല, കുടുംബവുമില്ല, ആൾക്കാരുമില്ല. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ തീയും ശരീരത്തിൽ വിസ്മയകരമായ ശാന്തിയുമായിരുന്നു. അതാണ് ആദിയോഗി, ലോകത്തിലെ ആദ്യ യോഗി, ആദ്യ ഗുരു. ആരോ ഒരാൾ ചോദിച്ചു, നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ ആരുമല്ല, എല്ലാമാണ്. ഈ കഥ വെറുമൊരു മനുഷ്യനെക്കുറിച്ചുള്ളതല്ല. ഇത് മാനവൻ്റെ ആത്മീയ ഉണർവിൻ്റെയും രഹസ്യങ്ങളുടെയും ബ്രഹ്മാണ്ടത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ള യാത്രയുടെയും കഥയാണ്. പുരാണപ്രകാരം ശിവ ആദിയോഗി, ആദ്യ യോഗിയാണ്. 15,000 വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയത്തിലെ മണികണ്ഠൻ തടാകത്തിൻ്റെ തീരത്ത് അവൻ തപസ്സിലിരുന്നു. മാസങ്ങളോളം, വർഷങ്ങളോളം അവൻ ഒന്നും പറയാതെ വെറും ആഴത്തിലുള്ള ധ്യാനത്തിൽ. ആളുകൾ കണ്ടു. ചിലപ്പോൾ അവൻ ആഹ്ലാദത്തിൽ കരഞ്ഞു, ചിലപ്പോൾ അവൻ നൃത്തം ചെയ്തു, ചിലപ്പോൾ അവൻ പൂർണ്ണമായി ശാന്തമാണ്. മനുഷ്യർക്ക് അതെന്താണെന്ന് മനസ്സിലായില്ല. ചിലർ പറഞ്ഞു ഇവൻ ഭ്രാന്തനാണ്. പക്ഷേ സപ്ത ഋഷികളായ 7 മഹർഷിമാർ മാത്രം തിരിച്ചറിഞ്ഞു, ഇവൻ സാധാരണ മനുഷ്യനല്ല, കോസ്മിക് നോളജ് ഉള്ളവനാണ്. 7 മഹർഷിമാർ അവനെ മാസങ്ങളോളം, വർഷങ്ങളോളം അനുസരിച്ച് നോക്കി നിന്നു. അവർ ചോദിച്ചു, ഞങ്ങൾക്കും പഠിപ്പിച്ചു തരുമോ? ആദിയോഗി ആദ്യമൊന്നും മിണ്ടിയില്ല. 84 വർഷം കഴിഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ തയ്യാറാണ്? അങ്ങനെ 112 രീതിയിലുള്ള യോഗം, ആസനാസ്, ധ്യാന, പ്രാണായാമ, ക്രിയ അവരെ പഠിപ്പിച്ചു. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. അതുകൊണ്ടാണ് യോഗ ഇന്ന് ലോകമെമ്പാടുമായി മാറിയത്. അഗസ്ത്യമുനി സൗത്ത് ഇന്ത്യയിൽ വരികയും യോഗത്തിൻ്റെ വിത്ത് ഇവിടെ വിതയ്ക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ സിദ്ധാർത്ഥ ട്രഡീഷൻ, കേരളയിലെ കളരിപ്പയറ്റ്, ഹിമാലയത്തിലെ തന്ത്ര ട്രഡീഷൻ എല്ലാം ആദിയോഗിയുടെ പാഠങ്ങളിൽ നിന്നുമുള്ളതാണ്. യോഗേശ്വര മെഡിറ്റേറ്റീവ് ഫോമാണ്. നടരാജ കോസ്മിക് ഡാൻസ് ഫോമാണ്. ദക്ഷിണമൂർത്തി സൈലന്റ് ടീച്ചർ. യോഗേശ്വര രൂപം മനുഷ്യൻ ഇൻവാർഡ് ലുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന അൾട്ടിമേറ്റ് ബ്ലിസ് ആണ്. നടരാജ രൂപം യൂണിവേഴ്സ് കണ്ടിന്യൂവലി ക്രിയേറ്റ്സ് ആൻഡ് ഡിസ്ട്രോയ്സ്. ദക്ഷിണമൂർത്തി അറിവ് സൈലൻസിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. തമിഴ്നാട് കോയമ്പത്തൂർ ഇഷ യോഗ സെൻറ്ററിൽ ഇന്ന് 112 അടി ഉയരമുള്ള ആദിയോഗി സ്റ്റാച്യു. 112 ആദിയോഗി പഠിപ്പിച്ച യോഗത്തിൻ്റെ 112 മാർഗങ്ങൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് സ്റ്റാച്യു 2017 സ്ഥാപിച്ചത്. ലക്ഷ്യം യോഗ ഒരു ഇന്ത്യൻ കൾച്ചർ മാത്രമല്ല, മനുഷ്യൻ്റെ ആത്മീയ ഇൻഹെറിറ്റൻസ് ആണ് എന്നാണ്. സ്റ്റാച്യുവിലെ മുഖം ശാന്തം, പക്ഷേ കണ്ണുകൾ കോസ്മിക് പവറിൽ തിളങ്ങുന്നു. സ്റ്റാച്യുവിൻ്റെ പിന്നിൽ രുദ്രാക്ഷവാണം, 108 രുദ്രാക്ഷ മരങ്ങൾ. രാത്രി അത്ഭുതമായ ലൈറ്റ് ആൻഡ് ലേസർ ഷോ. ആദിയോഗിയുടെ കോസ്മിക് പ്രസൻസ്. യോഗ വെറും മതപരമായ ഒന്നല്ല, ശാസ്ത്രീയമായ എനർജി ബാലൻസ് സിസ്റ്റം. ബ്രെയിൻ, ബ്രീത്ത്, ബോഡി റിതം മാച്ച് ചെയ്യുന്നത് മൈൻഡ് കാമാക്കുന്നു. ആദിയോഗിയുടെ കൺസെപ്റ്റ് പ്രകാരം മാൻ ഈസ് എ മൈക്രോകോസം ഓഫ് ദി കോസ്മോസ്. മോഡേൺ സയൻറ്റിസ്റ്റ് പറയുന്നത് യോഗ ആൻഡ് മെഡിറ്റേഷൻ ബ്രെയിൻ റീസ്ട്രക്ചർ ചെയ്യുമെന്നും DNA ആക്ടിവേറ്റ് ചെയ്യുമെന്നും ഏജിങ് സ്ലോ ആക്കും എന്നുമാണ്. സപ്തഋഷികൾ നോളജ് കൊണ്ടുപോയതുകൊണ്ട് ആദിയോഗിയുടെ ഇൻഫ്ലുവൻസ് ഇന്നും കാണാൻ കഴിയും. ടിബറ്റൻ ബുദ്ധിസം ധ്യാന ടെക്നിക്സ്, ആൻഷ്യൻ ഈജിപ്ഷ്യൻ മെഡിറ്റേഷൻസ്, ഗ്രീക്ക് ഫിലോസഫർ ട്രഡീഷൻസ്, നേറ്റീവ് അമേരിക്കൻ സ്പിരിച്വൽ ഡാൻസസ്. ശിവ ഡിസ്ട്രക്ഷൻ മാത്രമല്ല, ട്രാൻസ്ഫോർമേഷൻ. ആദിയോഗി എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നസ്. ആദിയോഗി ഒരു പുരാണ കഥ മാത്രമല്ല, അവൻ ഒരു സാധ്യതയാണ്, മനുഷ്യൻ്റെ പരമാവധി സാധ്യത. അവൻ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്, നീ പുറത്തേക്ക് നോക്കി ആൻസേഴ്സ് തേടുന്നത് വേണ്ട, കണ്ണടച്ച് അകത്തേക്ക് നോക്കൂ, ബ്രഹ്മാണ്ടം തന്നെ നിന്റെ ഉള്ളിലാണ്. ഇന്നും ഹിമാലയത്തിലെ പർവ്വതങ്ങളിലിരുന്ന് കണ്ണുകൾ അടച്ചാലും നമ്മൾക്ക് കേൾക്കാം അവൻ്റെ ശ്വാസത്തിൻ്റെ ശബ്ദം, അവൻ്റെ നൃത്തത്തിൻ്റെ താളം, അവൻ്റെ നിശബ്ദമായ അധ്യാപനം.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ആദിയോഗി ശിവ ടെമ്പിൾ കണ്ടിട്ടുള്ളവർ അവരുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.